ബംഗ്ലാദേശ് പറയുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ വംശഹത്യയിൽ സമൂഹം പാലിക്കുന്ന നിശബ്ദതയ്ക്കെതിരെ ഹിന്ദുധർമ്മ പരിഷത്ത് സംഘടിപ്പിച്ച ബംഗ്ലാദേശ് കലാപവും ഇന്ത്യൻ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നു. ചിന്തിക്കാം സംവദിക്കാം എന്ന പരിപാടി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്നു. പക്ഷെ രണ്ട് പ്രദേശത്തും അതോടൊപ്പം തന്നെ ഭാരതത്തിലും പിൽക്കാലത്ത് കണ്ടത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലാണ്. ഹിന്ദുധർമ്മ പരിഷത്ത് ജനറൽ സെക്രട്ടറി എം ഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ജനം TV മുൻ ചീഫ് എഡിറ്റർ GK സുരേഷ് ബാബു, തത്വമയി ന്യൂസ് ചീഫ് എഡിറ്റർ രാജേഷ് G പിള്ള, പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ TP ശങ്കരൻകുട്ടി നായർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം എന്ന അറബ് സാമ്രാജ്യത്വം രൂപപ്പെട്ടത്. ആ അറബ് സാമ്രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുകയും ലോകത്തെ മുഴുവൻ ഒരു മതത്തിന്റെയും ഒരു പ്രവാചകന്റെയും ഒരു രാജ്യത്തിന്റെയും സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടാണ് അവർ പ്രവർത്തിക്കുന്നത്. 22% മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബംഗ്ലാദേശിലുണ്ടായത്. ഇന്ന് 7.9%, 0.6% ബുദ്ധ മതവിഭാഗക്കാരും 0.3% ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ബംഗ്ലാദേശിൽ. എങ്ങനെ 22% താഴ്ന്നു? ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്, വേറെ ആരുടെയും റിപ്പോർട്ട് നോക്കാം. അവിടെ നടത്തിയ മതപീഡനം, അവിടുത്തെ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകും. നിർബന്ധിത മതപരിവർത്തനമാണ് ഇസ്ലാമിലേക്ക് നടക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം. ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം 55 ക്ഷേത്രങ്ങളാണ് തകർത്തത്. ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാനെത്തി? US അസിസ്റ്റന്റ് സെക്രട്ടറി അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിനും ഈ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിനും ചരട് വലിച്ചത്. അതിന്റെ കാരണം സെന്റ് മാർട്ടിൻസ് ദ്വീപാണ്. ആദ്യം മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സെന്റ് മാർട്ടിൻസ് ദ്വീപാണ്. ആ ദ്വീപ് എന്ന് പറയുന്നത് 5 രാജ്യങ്ങളിലേക്ക് ഒരേപോലെ ആക്സസ് കിട്ടുന്ന വെറും വളരെ ചുരുങ്ങിയ 3000 പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപ് പ്രദേശമാണ്. അതിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേസ് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ തന്ത്രപ്രാധാന്യം വരുന്നത്. ആ സ്ഥലത്തിന് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടത് വഴങ്ങാത്തത് കൊണ്ടാണ് ഷേഖ് ഹസീനയെ പുറത്താക്കുന്നത്. നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ്. അവിടെ 90% മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ 79% ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടിത രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി അണിനിരക്കുന്ന ചിത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് UDF-ലെയോ LDF-ലെയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ, അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റം കാണിക്കുന്നുണ്ടോ? ആകെ കാണിച്ചത് AK ആന്റണി മാത്രമാണ്. AK ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ്. കോട്ടയത്ത് മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ഭൂരിപക്ഷത്തിന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ആന്റണി തുറന്നടിച്ചു. ചേകന്നൂർ മൗലവി എഴുതിയ പുസ്തകം സർവമത സത്യവാദം ഖുറാന്, ആ പുസ്തകം എഴുതിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത്. അദ്ദേഹം എന്താ എഴുതിയത്? എങ്ങനെയാണോ എല്ലാ മതങ്ങളിലും ഉള്ള സത്യം എന്ന് പറയുന്നത്, അത് എല്ലാ മതങ്ങളിലും ഒരേപോലെയാണ്. നിങ്ങൾ ഖുറാൻ പ്രേരിപ്പിക്കുന്നത് കാഫിറുകളെ, എന്നുവെച്ചാൽ തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ്. അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളെയും കൊല്ലണമെന്നാണ് ഈ ചേകന്നൂർ മൗലവി പറഞ്ഞത്. ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഇന്ന് വരെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളം ഇത് കണ്ട് എന്ത് പഠിക്കണം, കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് കണ്ട് എന്ത് പഠിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു.
ശ്രീ സുരേഷ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്ത രണ്ട് കാര്യം. ഓരോ സമരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഒരു ഇമേജ് ഉണ്ടാവാറുണ്ട്. ഇതിലെ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലപ്പുഴയിൽ നടന്ന മറ്റേ PFI റാലിയിൽ ഒരു പയ്യനെ തോളത്ത് വെച്ച് നടക്കുന്ന ഒരാളുടെ ഇമേജ്, അത് കേരളത്തിൽ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അവിലും മലരും കുന്തിരിക്കത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. എക്സാക്ട് റെപ്ലിക്കയാണ് ധാക്കയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ചുവപ്പിനകത്ത് പച്ച, പച്ചയ്ക്കകത്ത് ചുവപ്പ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം സെയിമായിരുന്നു, ആവശ്യങ്ങളും സെയിം. എന്താണ് ചെയ്യുന്നത്, ആരാണ് ശത്രു എന്നുള്ളതും സെയിം. ഹിന്ദു സമൂഹത്തിന് അല്പം സുരക്ഷയുണ്ട്. നമ്മൾക്ക് ഭരണത്തിൽ നമ്മൾക്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമുക്ക് പങ്കുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് എന്താ പറയാ, ഒരു ലാക്സിറ്റി, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് റിലാക്സ്ഡ് ആവുകയാണ്. ഈ റിലാക്സേഷൻ അല്ലെങ്കിൽ ഈ മാനസികമായി ഒക്കെ ഒരു ദയ വായ്പ, ശത്രുവിനോട് പോലും ഒരു ദയ വായ്പ, ഇതൊക്കെ നമ്മളുടെ ഒരു ഹിന്ദു നേച്ചറിനകത്തുള്ളതാണ്. ഇസ്രായേലിന് അതില്ല, അല്ലെങ്കിൽ ജൂതന് അതില്ല. കാരണം അവന്റെ ജീവിതം അവനെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. നമ്മളുടെ ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ, ഓട്ടെ ഇതിന്റെ പകുതിയെ നമ്മളുള്ളെങ്കിൽ ഇന്ന് ഈ ഭാരതത്തിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതിന്റെ ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ബംഗ്ലാദേശ് നമുക്ക് തരുന്നത്.